ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്തുകൊണ്ട് LP-UP ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിന് വ്യക്തമായ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു കമൻറ്റ് ഇതായിരിക്കും. അത് എന്താണ്, എൻട്രിയിൽ അല്ലെ നിങ്ങൾ ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പോഴേ ഈ ഒരു രീതിയിൽ ആളുകൾ കൂടിയിട്ട് ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ എൻട്രിയിൽ ചേരണമെന്നല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ എൻട്രി എടുക്കുന്നില്ല, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാലങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികളുടെ കൂടെയുള്ള ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അത് എൻട്രിയുടെ കൂടെ ചേർന്നിട്ടായാലും നിങ്ങൾ സ്വന്തമായിട്ടായാലും എപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം അതിന് വ്യക്തമായ കുറേ കാരണങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാവും. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം പഠിച്ചാൽ LP-UP ഒരുപക്ഷെ നിങ്ങൾക്ക് മികച്ച റാങ്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതിന് വ്യക്തമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ ഈ കമൻറ്റ് ബോക്സിലും അതിനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കുറേ പേരുണ്ടാവും. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇത്തവണ ലിസ്റ്റ് കയറാതെ പറ്റാതെ പോയ, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായി പോയിട്ടുള്ള, അല്ലെങ്കിൽ തൊട്ടടുത്തിലെ കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടപ്പെടാനും പറയുന്നില്ല, അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള കുറേ പേരുണ്ടാവും. അവർക്കും നിങ്ങളോട് പലതും പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, 2026 അവസാനത്തോടെ മിക്കവാറും അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇതാ ഈ വർഷം തന്നെ ലിസ്റ്റ് വരുന്നു. സ്വാഭാവികമായിട്ടും അല്ലേ, ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1.5 വർഷം ആകുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കും. അപ്പോൾ 2026 ഡിസംബറോട് കൂടി തന്നെ മിക്കവാറും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ മുന്നിൽ ഈ 2025 ഇപ്പോൾ അല്ലേ ഒരു 4-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നതും ഇതും തമ്മിൽ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ടെൻഷനില്ലാതെ സുന്ദരമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ നിർബന്ധമായിട്ടും പഠനം തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു LP-UPക്ക് വേണ്ടി ഇത്രയും കാലം നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവും. ഇത്രയും പരിശ്രമം നിങ്ങൾ നടത്തിയിട്ട് ഒന്നുകിൽ ഒരു 2-3 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ സപ്ലി ലിസ്റ്റിൽ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ പിറകിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ജോലി നഷ്ടപ്പെടുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഞാൻ ഇത്രത്തോളം എത്തിയിട്ടുണ്ടായിരുന്നു, അപ്പം ഇനി അടുത്ത വരുമ്പോൾ എന്തായാലും ഞാൻ പിടിച്ചേക്കും എന്ന് വിചാരിച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ ശ്രമം നമ്മൾ അതേപോലെ കൊണ്ടുപോയില്ല എങ്കിൽ, ഒരാഴ്ച നിങ്ങൾ വെറുതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഇതുമായിട്ട് ടച്ച് ഇല്ലാതെ വിട്ട് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ബിഗ് സീറോ ആണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ തുടക്കക്കാരനായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥിയായിട്ട് മാറും. അതാണ് സംഭവം. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഇടാതെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് LP-UP എന്ന് മാത്രമല്ല, ഏത് PSC പരീക്ഷയിലും അത് തന്നെയാണ് വേണ്ടത്. ഇനി LP-UP വന്ന ഉടൻ തന്നെ നിങ്ങൾ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് അല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ അതിന് മുമ്പേ പഠിക്കണം എന്ന് തന്നെയല്ലേ. അപ്പോൾ അത് ആ കഴിഞ്ഞ തവണ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല, അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല. അതല്ല വിചാരിക്കേണ്ടത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കാൾ മുമ്പ് ഇതിന് കഠിന പരിശ്രമം നടത്തിയവർ അത്തവണയും ഉണ്ടായിരുന്നു. ഈ പറയുന്നത് കേട്ടിട്ടോ, ആ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ പറയുന്നുണ്ടല്ലോ നിങ്ങളോട് പല ആളുകളും, അത് കേട്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തിരിച്ചറിവുണ്ടായിട്ടോ വളരെ മുമ്പ് തന്നെ പഠനം തുടങ്ങി എത്രയോ ആളുകളുണ്ടായിരുന്നു. അവർ പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തി. നിങ്ങൾ അവസാനം കൊണ്ടുപിടിച്ച് എല്ലാം കൂടെ ടെൻഷൻ അടിച്ച് തീർത്തിട്ട് ആ ലെവലിൽ എത്തിയിട്ടാണ് നിങ്ങൾ പരീക്ഷ ചെയ്യുന്നത്. അത് ആ പരീക്ഷയെ ബാധിക്കും. അപ്പം പരീക്ഷ നമുക്ക് ആത്മവിശ്വാസത്തോടെ ശാന്തമായിട്ട് നല്ല രീതിയിൽ എഴുതി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിലൊരു പഠന പ്രക്രിയ ഇപ്പോഴേ തുടങ്ങണം എന്നുള്ളതാണ്. അടുത്ത നോക്കി, എന്താ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഏകദേശം. ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടവർ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ഇവരൊക്കെ എന്താ ചെയ്യുക, ഇതെനിക്ക് കിട്ടില്ല അല്ലേ, എൻ്റെ കഴിവിൻ്റെ പൂർണ്ണം ഞാൻ ശ്രമിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിർത്തുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾ അല്ലേ, 10,000, 20,000, 30,000 ഇങ്ങനെ പല കണക്കുകളാണല്ലോ പല ജില്ലയിൽ. അപ്പോൾ ഇത്രയും ആളുകൾ മത്സരിച്ചെടുത്തുനിന്നാണ് നിങ്ങൾ അവസാനത്തെ 300-ലേക്കോ 400-ലേക്കോ 500-ലേക്കോ ഒക്കെ എത്തുന്നത്. അത് മനസ്സിലാക്കണം. അവിടെ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ 500 പേരാണുള്ളതെന്ന് വിചാരിച്ചു, 1 മുതൽ 500 പേരെ ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ 1-ാമനും 500-ാമനും ഏകദേശം ഒരേ നിലവാരക്കാരൻ തന്നെയായിരിക്കും. അന്നത്തെ ആ ഒരു പരീക്ഷാ സമയത്തെ ആശ്രയിച്ച് കിടക്കും ഇവർ തമ്മിലുള്ള റാങ്ക് വ്യത്യാസം. ഇവർക്ക് തന്നെ മറ്റൊരു പരീക്ഷ ഒരാഴ്ച കഴിഞ്ഞിട്ട് നടത്തുകയാണെങ്കിൽ ഈ 500-ാം റാങ്കുകാരൻ ചിലപ്പോൾ 1-ലേക്ക് എത്തും. അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തുല്യരായ കുറേ ആളുകളാണ് ഇവിടെ അവസാന ഘട്ടത്തിൽ മത്സരിക്കുന്നത്. അവരിൽ നിന്ന് മിടുക്കരെ തീരുമാനിക്കുന്നത് അവർ എത്രത്തോളം ദീർഘകാല പ്രയത്നം നടത്തിയിട്ടുണ്ട്, എത്രത്തോളം എക്സാമുകൾ മാക്സിമം എഴുതിയിട്ടുണ്ട്, എത്രത്തോളം ടൈം ആൻഡ് അക്യുറസി പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിരിക്കും വിജയത്തിൻ്റെ അല്ലെങ്കിൽ റാങ്കിൻ്റെ ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലുള്ള ഗുണം, ഏറ്റവും പ്രധാന ഗുണം ഇതാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇതിനിടയിൽ
മറ്റു പല നോട്ടിഫിക്കേഷനുകൾ വരും. ഞാൻ UPSC മാത്രമേ ആവൂ, HSA മാത്രമേ ആവൂ എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ PSC പഠനത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ PSCയുടെ മറ്റു പരീക്ഷകളായാലും അവിടെയും പ്രാധാന്യം SCRTക്കാണ്. നിങ്ങൾ ഈ സിലബസിൽ പഠിക്കുന്നത് SCRT ആണ്. ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന SCRT ആണ്. ഈ SCRTയും NCERTയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള മറ്റു PSC പരീക്ഷകളുടെയും ചോദ്യപേപ്പറിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും കൈയടക്കുന്നത്. അപ്പോൾ നല്ല സാധ്യതയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പരീക്ഷകൾ ഏത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പറ്റുമെങ്കിൽ ആദ്യ റാങ്കുകളും നേടുക. ഗുണം എന്താണെന്നറിയോ? സർവീസ് കുറച്ച് മുന്നേ തുടങ്ങുകയാണ്. നിങ്ങളുടെ സർക്കാർ സർവീസിലേക്കുള്ള സർവീസ് ബുക്ക് നിങ്ങൾ തുറക്കുന്നു. ഇനി പരീക്ഷ 26 വന്ന് പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, ആ ഒരു ടൈം എടുക്കുമല്ലോ നമുക്ക്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയേണ്ട മറ്റതിൻ്റെ. അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലിക്കാരനാവാൻ പറ്റും. അതിലുപരി നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള UPSA യാതൊരു സമ്മർദ്ദമില്ലാതെ എഴുതാൻ പറ്റും. അതിനു മുമ്പ് നമ്മൾ പല എക്സാമുകൾ PSC എഴുതി സമ്മർദ്ദമില്ലാതാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ആ ഒരൊറ്റ ദിവസമാണത് പ്രാവർത്തികമാക്കാനുള്ളൊരു ദിവസം. ആ ദിവസം നമ്മൾ വിഭാവനം ചെയ്യുകയും അത് മുമ്പ് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്തിട്ട് ആ ഒരു ദിവസത്തിൽ എത്തിപ്പെടുന്നതും, അതല്ലാതെ ആ ഒരു ദിവസം നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള അതേ ദിവസത്തെ സങ്കല്പിക്കുകയും അതേ ദിവസത്തെ അതേ രീതിയിലുള്ള എക്സാമുകൾ അറ്റൻഡ് അല്ലെങ്കിൽ ആ ഒരു അതേ മാതൃകയുണ്ടല്ലോ, ആ മോഡൽ അത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാതെ പോകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് നമ്മൾ അതേ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നടത്താതെ ആദ്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മൾ ആകെ അന്താളിച്ചു പോകും. നിങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷം മുമ്പ് മറ്റു പല പരീക്ഷകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് 5-10 മാർക്ക് കൂടുതലായിട്ട് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ വെറ്ററിനായിട്ട് മാറും എക്സാമിൽ. നമുക്ക് ആവശ്യമില്ലാത്ത പരീക്ഷകളൊക്കെ എഴുതി പരീക്ഷ എഴുത്ത് എന്നുള്ള സാധനം നിങ്ങൾക്ക് പേടിയില്ലാതെ മാറുന്നതും പല പരീക്ഷകളിലെയും റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകമാണ്. ഇതൊക്കെ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ആ മൈക്രോ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക. ദെൻ ഈ നോട്ടിഫിക്കേഷൻ വന്നാലുള്ള ആ ടെൻഷൻ അടിച്ചുള്ള അവസാനത്തെ പഠനം, അതിൽ നിന്നുള്ള മോചനം. നിങ്ങൾ സൈക്കോളജി പഠിച്ച ആളാണ്, നിങ്ങൾക്കറിയാം നിങ്ങളിങ്ങനെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് വലിയ ആയാസമില്ലാതെ ആയാസരഹിതമായിട്ട് കുറച്ച് വീതം ഇപ്പോഴേ പഠിച്ച് പോകുന്നതും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം ഒരു ഹറിബറി എന്നുള്ള രീതി ഭയങ്കര തിരക്കിട്ട് പഠിച്ച് തീർത്ത് എല്ലാം ചെയ്യുന്നുണ്ടാവും. പഠനവും റിവിഷനും മാതൃകാ പരീക്ഷകളും ഇതൊക്കെ ഹറിബറി ആയിട്ട് ചെയ്യുന്നതും ഇപ്പോഴേ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വളരെ കുറച്ച് വീതമായിട്ട് പഠിച്ചു പോയിട്ട് അല്ലേ, പഠനം തീർന്നു, റിവിഷൻ നടത്തി, എക്സാമുകൾ എഴുതി ഇത് പരീക്ഷ ഇനി ഇങ്ങ് വന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു സമയത്തുള്ള ടെൻഷൻ അടിച്ച് പഠനം തീർക്കലും റിവിഷൻ തീർക്കലും എല്ലാം കൂടെ ആവുമ്പോൾ കിട്ടേണ്ടതിലും എത്രയോ മാർക്ക് കുറഞ്ഞാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സാധനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഈ മറ്റു പരീക്ഷകളെ വ്യത്യാസമായിട്ട് നിങ്ങൾക്കുള്ള പ്രത്യേകത, നിങ്ങൾ മിക്കവാറും ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററുകളിലോ ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോലി പൂർണ്ണമായും ഉപേക്ഷിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ നേടാൻ പറ്റാതെ പോയ എത്രയോ ആളുകളുണ്ട്. ഇനി അതൊക്കെ വിട്ട് അല്ലേ, അവിടെ നിന്ന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഇതിന് ശ്രമിച്ചിട്ടും കിട്ടാത്തവരുമുണ്ട്. അപ്പം അത് ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങിയാൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി ഉപേക്ഷിക്കാതെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ഓരോ ദിവസവും 1-2 മണിക്കൂർ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ട് ചെറിയ രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇപ്പോഴേ ഇറങ്ങിത്തിരിച്ചാലുള്ള മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത്. അപ്പം അവസാന ഘട്ടത്തിൽ ടെൻഷൻ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിവിഷൻ നടത്താൻ സാധിക്കും, മാക്സിമം എക്സാമുകൾ എഴുതാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് സിലബസ് എടുത്ത് വെച്ച് 1 മുതൽ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ, അപ്പോഴേക്കും നിങ്ങളുടെ സിലബസൊക്കെ പൂർണ്ണമായും നിങ്ങൾ തീർത്ത് അല്ലേ, ഒരു തവണ റിവിഷനൊക്കെ നടത്തി നിങ്ങൾ ഇരിക്കുന്നൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആ സാച്ചുറേറ്റഡ് ലെവലിലെത്തി പെർഫെക്റ്റായി നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാം കിട്ടിയാൽ എന്ത് സുഖം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലും മറ്റുള്ളവരോ ഇനി വേണം തുടങ്ങാൻ എന്ന് ആഗ്രഹിക്കുന്ന ലെവലിലും അങ്ങനെ നിൽക്കുമ്പോൾ ആരുടെ പഠനമായിരിക്കും പിന്നീട് അങ്ങോട്ട് സുഗമമായിട്ട് പ്രവർത്തിക്കുക? ഉറപ്പല്ലേ? 100% ഉറപ്പാണ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഒന്നുകൂടെ സിലബസ് തീർക്കാനും ഒന്നുകൂടെ റിവിഷൻ ചെയ്യാനും സാധിക്കും. നമുക്കറിയാം എത്രത്തോളം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ആഴ്ച കഴിയുമ്പോൾ എത്ര പോകും, മാസം കഴിയുമ്പോൾ എത്ര പോകും, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കൽ നിങ്ങൾ നടത്തണം. അപ്പോൾ നമ്മളിങ്ങനെ റിവിഷൻ എത്രയധികം ചെയ്യുന്നുവോ അത്രയധികം നമുക്ക് ഗുണകരമായിട്ട് മാറും. അപ്പോൾ അതിന് സാധിക്കും. പിന്നെ
നമ്മളിപ്പോൾ ഈ രീതിയിലുള്ള ഒരു ലോങ് ടേം ബാച്ചിൽ ഇപ്പോൾ LP UP ലോങ് ടേം ബാച്ച് ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠനം തുടങ്ങി ഞാൻ ഈ പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, അത് നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ കൂടെ കാണുക. അതിൽ ഒരു 5 സ്റ്റെപ്പ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ഹോട്ട് ടോപ്പിക്കുകൾ അതൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു തുടങ്ങുക. ആ ഹോട്ട് ടോപ്പിക്കുകളൊക്കെ എൻട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്യും. അതിന് നോട്ട്സ് തരും. ആ നോട്ട്സ് ഉപയോഗിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഡെയിലി ടോപ്പിക് എക്സാം, ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ആ ടോപ്പിക് എക്സാം, വീക്കിലി ടോപ്പിക് എക്സാം, അതേപോലെ സ്പെഷ്യൽ റിവിഷൻ എക്സാം, മോഡൽ എക്സാം, ഇതൊക്കെ മാക്സിമം ചെയ്ത് നമുക്ക് വേഗത കൂട്ടാനും കൃത്യത കൂട്ടാനും അതുവഴി പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് പറ്റും. എത്ര നമ്മൾ പഠിച്ചാലും ആ പരീക്ഷാ ഹാളിലെ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു 1.5 മണിക്കൂറിന് നല്ല പ്രാധാന്യമുണ്ട്. ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്ലസൻറ്റ് ഫീലിങ്ങിലും പ്ലസൻറ്റ് മൂഡിലും യാതൊരു ടെൻഷനും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിചാരിക്കാത്ത പല മാർക്കുകളും സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരെ തിരിച്ചാവും അനുഭവം. അതുകൊണ്ട് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലേക്ക് ആ ഒരു സമയത്തേക്ക് എക്സാമിനേക്ക് ഈ പഴയ മാറി SCRT ഉണ്ടല്ലോ 5, 7, 9 ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം മാറി പുതിയത് വന്നു 5, 7, 9. അതിൽ നിന്ന് PSC വളരെ അപൂർവമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 or 3 ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം ഇനിയിപ്പം കൂടി വരും ഓരോ പരീക്ഷകളിലും. അതേപോലെ തന്നെ പുതിയ 6, 8, 10 ക്ലാസ്സുകളിലും മാറി. അതാണല്ലോ നമുക്ക് ആവശ്യം. അതിൻ്റെ താഴോട്ടുള്ള ക്ലാസ്സിൻ്റെ ഒക്കെ പോട്ടെ, നമുക്ക് 4, 3 നമുക്ക് വേണ്ട. അപ്പം 6, 8, 10 ഈ പ്രാവശ്യം മാറി. അതിൻ്റെ ഫസ്റ്റ് ടേം ബുക്ക് വന്നു, ഇനി സെക്കൻഡ് ടേമും വരും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നും ഇനി എന്ത് ചെയ്യും, പുതിയ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങും. നിങ്ങളുടെ അടുത്ത LP UP ആകുമ്പോഴേക്കും നിങ്ങൾ പുതിയ SCRTയും പഠിക്കണം, പഴയ SCRTയും പഠിക്കണം എന്നുള്ള അവസ്ഥയാണ്. കാരണം പുതിയ SCRT മാത്രമല്ല എന്ന് ചോദ്യം ഉണ്ടാവുക. അങ്ങനെ ആയി കാലഘട്ടം മാറണമെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയണം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാത്രമായി ചോദ്യങ്ങൾ മാറും PSCയിൽ. ഇപ്പോൾ രണ്ടിന്നും വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഏകദേശം SCRT പുതിയതും പഴയതും പഠിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അതൊക്കെ വലിയ ടെൻഷനായി മാറും. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുന്ദരമായിട്ട് SCRT ചാപ്റ്റർ വൈസ് നമുക്ക് വേണ്ട സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് തീർത്തെടുക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ പലർക്കും ഉണ്ടാകുന്നൊരു സാധനമാണ് സിലബസ് മാറിയാലോ. അതുകൊണ്ട് സിലബസ് വന്നിട്ട് പഠിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിലബസ് കഴിഞ്ഞ പ്രാവശ്യം മാറി. അതിനുശേഷം NCA റിക്രൂട്ട്മെൻറ്റുകൾ കുറേ നടന്നു, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ കുറേ നടന്നു, പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റായിട്ട് LPSA UPSA പരീക്ഷകളും നടന്നു. ആ ഒരു സിലബസാണ് നമ്മുടെ അടിസ്ഥാനം. ഇനി അത് മാറുമോ എന്നുള്ള അഭ്യൂഹത്തിൽ ഒരു കാര്യമില്ല. ആ സിലബസ് വെച്ച് നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനിറങ്ങിത്തിരിക്കുക. അതെന്ത് ചെയ്യുക, ഒരു സ്ഥിരോത്സാഹത്തോടെ കുറഞ്ഞ അളവിൽ, ഒരു മിതമായ അളവിൽ ഈ ഒരു കാലഘട്ടം മുഴുവനായിട്ട് ചെറിയ രീതിയിൽ പഠിച്ചു പോവുക. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അധിക കാലം കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ. നിങ്ങൾ തന്നെ ഒരു വേറെ എന്ന കാര്യം ചിന്തിച്ച് നോക്കുക, ഒരു ഓടുന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് മാക്സിമം ഓടാവുന്നൊരു സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡിൽ ഓടാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ആ സ്പീഡിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഓടാൻ പറ്റുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകും. അതേസമയം അതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ കുറച്ചിട്ട് ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ ഓടി നിങ്ങൾ പിന്നിട്ട ദൂരത്തേക്കാളും എത്രയോ അധികം ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നുമില്ല, മെല്ലെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്നില്ലേ, അത് തന്നെ സംഭവം അല്ലേ. അല്ലെങ്കിൽ ആമയും മുയലിന് പഴയ കഥയില്ലേ, അത് തന്നെ സംഭവം. അതായത് കുറച്ച് ദിവസത്തെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഫെഡപ്പായി നിർത്തിപ്പോകുന്നതിനേക്കാളും എത്രയോ ഗുണകരമായിട്ട് മാറുക ഒരു ആയാസരഹിതമായി കുറഞ്ഞ അളവിൽ ദീർഘകാലം പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം അങ്ങോട്ടേക്ക് പഠിക്കാനിറങ്ങാൻ, മുന്നോട്ട് പോവുക. മറ്റ് PSC അത് ഏതായാലും, ഇനി LDC ആയാലും, ഇനി വരാൻ പോകുന്ന VFA ആയാലും, ബെവ്കോ LDC ആയാലും, സെയിൽസ്മാൻ ആയാലും ഈ പരീക്ഷകളൊക്കെ എഴുതുകയും അതിൽ റാങ്കുകൾ നേടാനും ശ്രമിക്കുക. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഈ ഒരു പരീക്ഷയുടെ ടൈമിൽ മാത്രം ലീവ് എടുത്ത് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെറിയ രീതിയിൽ കുറച്ച് പഠിച്ചു പോയിട്ട് പരീക്ഷയുടെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ആവശ്യമെങ്കിൽ ലീവ് എടുത്ത് പഠിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ BEd കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ TTC കഴിഞ്ഞുകൊണ്ട് അത് മാത്രമേ ഞാൻ ശ്രമിക്കുകയുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റിയുമായി ഇറങ്ങിത്തിരിക്കരുത്. LP UP ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതേ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എഴുതാൻ പറ്റിയതാണ് ഈ 10th ലെവലും +2 ലെവൽ എക്സാമുകളൊക്കെ. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് അതിൽ മികച്ച റാങ്ക് നേടുക, ലക്ഷ്യം കൈവരിക്കുക. അതിനുള്ള വിജയത്തിലേക്കുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിവുണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.